ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും എന്തെടുക്കുക? ക്ലാസ്സിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ് അല്ലേ? പുതിയ പാഠം പഠിക്കാനായിട്ട് എല്ലാവരും തയ്യാറായിരിക്കുകയാണെന്ന് ടീച്ചറിന് അറിയാം. നമുക്ക് അതിനു മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ നമ്മൾ ആരംഭിക്കേണ്ടത്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് പ്രാർത്ഥിക്കാനായി തയ്യാറായിരിക്കുക കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും അങ്ങ് അനുവദിച്ച് നൽകുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, അങ്ങയുടെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ വചനം ജീവിതത്തിൽ പകർത്തുന്ന നല്ല മക്കളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നല്ല ഈശോയെ, ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പുതിയ പാഠഭാഗത്തെ പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ മക്കൾ കയറി പുതിയ പാഠങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. നമ്മളിപ്പോൾ 13 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇപ്പം നമ്മൾ 14ാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ 13 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കറിയാം 7ാം ക്ലാസ്സിലെ ഭൂരിഭാഗം പാഠങ്ങളും പ്രധാന പാഠങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞു. 13 പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന അളവ് തന്നെ ആയി അല്ലേ? അത്രയും പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം 10 കൽപ്പനകളെ കുറിച്ച് പഠിച്ചു. പിന്നെ എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ കൽപ്പന? സ്നേഹം അല്ലെ? ഈശോ പഠിപ്പിച്ച സ്നേഹം എന്ന ശ്രേഷ്ഠമായ കൽപ്പനയെ കുറിച്ച് പഠിച്ചു. തിരുസഭയുടെ കൽപ്പനകളെ കുറിച്ചൊക്കെ പഠിച്ചു. എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഏകദേശം ഒരു അറിവ് നേടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും 10 പ്രമാണങ്ങളെല്ലാം പഠിച്ചതിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ കൽപ്പന ഏതെന്ന് പഠിച്ചതിൽ നിന്നും ഒക്കെ ഇതെല്ലാം പഠിച്ചതിൽ നിന്ന് മക്കൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ്? എല്ലാത്തിൽ നിന്നും നമ്മൾക്ക് അടിസ്ഥാനമായിട്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ 7ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു മൂല്യം അതെന്താണ്? എന്താ പഠിച്ചത്? എല്ലാത്തിൻ്റെ അന്തസ്സത്തെ ഒരേ ഒരു കാര്യമാണ്. എന്താണ്? നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത് അല്ലേ? അതല്ലേ അത്? നന്മ ചെയ്യണം. എപ്പോഴും നമ്മൾ നന്മ ചെയ്യുന്നവരാവണം, നന്മ പ്രവർത്തിക്കുന്നവരാവണം, മറ്റുള്ളവർക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്നവരാവണം. ഒരിക്കലും നമ്മൾ തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവരാവരുത്. തിന്മ പ്രവർത്തിക്കാനും തിന്മ ചെയ്ത് സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുന്നവരാവരുത് അല്ലേ? ഇപ്പൊ ടീച്ചർ മക്കളോട് ചോദിക്കുക, മക്കള് നന്മ ചെയ്യുന്നവരാവണോ, അല്ലെങ്കിൽ നല്ല കുട്ടികളാണെന്ന് മറ്റുള്ളവർ പറയുന്നതാണോ ഇഷ്ടം, ചീത്ത കുട്ടികളാണെന്ന് മറ്റുള്ളവർ പറയുന്നതാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്കറിയാം ഒരാൾ പോലും പറയില്ല മോശം കുട്ടി ആയാൽ മതി, അല്ലെങ്കിൽ തെറ്റിന്റെ വഴിയെ സഞ്ചരിക്കുന്ന ഒരു കുട്ടി ആയാൽ മതി എനിക്കെന്ന് ഒരാളും പറയില്ല, ഒരാളും ആഗ്രഹിക്കില്ല. ശരിയല്ലേ? നമ്മളെല്ലാവരുടെയും ആഗ്രഹം, ടീച്ചറിന്റെ ആഗ്രഹം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എങ്ങനെ പറയണം? നല്ലത് പറയണം. ഈശോയുടെ മുന്നിൽ നമ്മളെപ്പോഴും നല്ല മക്കളായി തീരണം അല്ലെ? ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായി തീരണം നമ്മൾ ഓരോരുത്തരും. അതാ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, അതല്ലേ? അതെ, നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്, നമ്മുടെ ചുറ്റിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ചില ആളുകൾ നല്ലത് ചെയ്യുന്ന ആളുകളെ, നല്ലത് പ്രവർത്തിക്കുന്ന ആളുകളെ, നല്ല രീതിയിലുള്ള പെരുമാറ്റമുള്ള ആളുകളെ പൊതുവേ ഒരു സംസാരമുണ്ട്, നല്ല മനസാക്ഷിയുള്ള ആളാന്ന് നമ്മൾ പറയും ഇല്ലേ? നല്ല മനസാക്ഷിയുള്ള ആള്. നേരെ തിരിച്ചുകൊണ്ട് തെറ്റിന്റെ വഴിയെ സഞ്ചരിക്കുന്നവരാകുമ്പോൾ ഒരു മനസാക്ഷി ഇല്ലാത്ത ആളാന്ന് പറയും. അങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ നന്മ പ്രവർത്തിക്കണം, നല്ലവരായിരിക്കണം, എപ്പോഴും നന്മയിലായിരിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലേക്ക് ചില പാപങ്ങളൊക്കെ കടന്നു വരും. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടായിരിക്കണമെന്നില്ല അല്ലെ? നമ്മൾ പൂർണ്ണമായ സമ്മതത്തോടു കൂടി ആയിരിക്കില്ല അത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലേക്ക് ചില പാപങ്ങൾ, ചില തെറ്റുകളൊക്കെ കടന്നു വരും അല്ലേ? അപ്പൊ ഈ തെറ്റുകൾ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ചില തെറ്റുകളൊക്കെ ചെയ്തു, നമ്മൾ ചില തെറ്റിലൊക്കെ വീണു പോയി, ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് നമുക്കൊരു കുറ്റബോധം ഉണ്ടല്ലേ? ഒരു കുറ്റബോധം ഉണ്ട്, ഒരു കുറ്റബോധമുണ്ട്. ഓ എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ആ കാര്യം അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പാടില്ലായിരുന്നല്ലോ, അങ്ങനെയുള്ള ചില ചിന്തകൾ, മനസാക്ഷിയുടേതായ ചില ചിന്തകൾ അല്ലെ? ചില കുറ്റബോധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചില പ്രത്യേക കുറ്റബോധങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും, ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തുള്ള ചില കുറ്റബോധങ്ങൾ അല്ലെ? അപ്പൊ ഈ കുറ്റബോധം നമുക്കുണ്ടാവാൻ കാരണം നമ്മുടെ ഉള്ളിലെ ദൈവിക ശക്തിയാണ്. എന്താണ്? നമ്മുടെ ഉള്ളിലെ ദൈവിക ശക്തി, നമ്മുടെ ഉള്ളിൽ ദൈവികമായ ഒരു ശക്തി, പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് കുറ്റബോധം ഉണ്ടാവുന്നത്, ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ കുറ്റബോധമൊക്കെ ഉണ്ട്, നന്മയെ സ്നേഹിക്കുന്നു, നന്മ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ അറിയാതെ ടീച്ചർ ആദ്യം പറഞ്ഞ പോലെ പാപത്തിൽ വീണു പോകുന്നുമുണ്ട്. അപ്പോൾ കുറ്റബോധമുണ്ട്, ചെയ്ത തെറ്റ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് തിരിച്ചറിവുണ്ട്.
എങ്കിലും നമ്മൾ പാപത്തിൽ വീണു പോകുന്നുണ്ടെങ്കിൽ, ഈ പാപത്തിൽ അല്ലെങ്കിൽ തെറ്റില്ല തിന്മ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ തിന്മ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്തായിരിക്കും? നമ്മുടെ ഉള്ളിലെ പാപത്തിൻ്റെ സ്വാധീനമാണ്. മനസ്സിലായോ? അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ, ഒരു മനുഷ്യന്റെ മനസ്സിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതൊക്കെ തമ്മിലുള്ള പോരാട്ടമായിരിക്കും? നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം. അതായത് നന്മ ചെയ്യണമെന്ന് മനസാക്ഷി നമ്മളോട് പറയുന്നു, അത് ദൈവത്തിന്റെ സ്വരമാണല്ലേ? അതെ, ദൈവിക ശക്തിയാണ് നമ്മളെ നന്മ ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്നത്, നന്മ ചെയ്യാനായി പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് ഇപ്പുറത്ത് മറ്റൊരു ശക്തിയുണ്ട്, പാപത്തിന്റെ ശക്തി, അല്ലേ? അതെ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയല്ല നമ്മൾ ചെയ്യുന്നത്, പിന്നെയോ നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? നന്മ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് കടന്നു വരുന്നു? തിന്മ കടന്നു വരുന്നു, അല്ലേ? പൗലോസ് ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചിട്ട് വരാം. പൗലോസ് ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്നു ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ എന്താ ഇതിൽ കണ്ടത്? ഇച്ഛിക്കാത്ത തിന്മ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മളല്ല, പിന്നെ ആരാ? നമ്മളിൽ വസിക്കുന്ന പാപമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നില്ല തിന്മ ചെയ്യാൻ, അല്ലേ? അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, ആ ആഗ്രഹിക്കുന്നില്ലായ്മയിൽ തന്നെ നമ്മൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ തിന്മ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള പാപത്തിന്റെ ശക്തിയാണ്. അപ്പൊ നമ്മൾ നന്മ ചെയ്യണം, അതാണ് നമ്മുടെ ആഗ്രഹം. അതാണ് നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നന്മ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ നന്മ ചെയ്യാൻ വേണ്ടി നമ്മളെ മനസ്സിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് പ്രേരണ തരുന്ന, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ആന്തരിക ആഹ്വാനം, അതാണ് നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത്. എന്താണ്? നന്മയുടെ പ്രചോദനങ്ങൾ നൽകി ഒരുവനെ നന്മ ചെയ്യാനായി പ്രേരിപ്പിക്കുന്ന ഒരു ആന്തരിക ആഹ്വാനം, അതാണ് നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത്. മനസാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അല്ലേ? നമുക്കറിയാം അങ്ങനെ ചെയ്താൽ എങ്ങനെയാവും, അങ്ങനെ ചെയ്യണ്ട, അങ്ങനെയുള്ള ചില ചിന്തകളാണ് നമ്മുടെ മനസാക്ഷി എന്ന് നമ്മൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ മനസാക്ഷി നമ്മുടെ സ്വരമല്ല, നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്, ശരി തന്നെ. പക്ഷേ മനസാക്ഷി ഒരിക്കലും നമ്മുടെ സ്വരമല്ല. പിന്നെ ആരുടെ സ്വരമായിരിക്കും? ആരുടെ സ്വരമായിരിക്കും? ടീച്ചർ മുമ്പേ പറഞ്ഞു, അല്ലേ? നന്മ ചെയ്യണമെന്ന് നമുക്ക് പ്രേരണ നൽകുന്നത് ദൈവിക ശക്തിയാണ്. അപ്പൊ മനസാക്ഷി ആരുടെ സ്വരമായിരിക്കും? നമ്മുടെ സ്വരമല്ലല്ലോ, പിന്നെ നമ്മുടെ ദൈവത്തിന്റെ സ്വരമാണ്, അല്ലേ? മനസാക്ഷി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരമാണ്. ഇനി മക്കൾ പറഞ്ഞേ, മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആരെ അനുസരിക്കുന്നേ? ആരെ അനുസരിച്ചാ ജീവിക്കുന്നേ? ദൈവത്തെ, അല്ലെ? ദൈവത്തിന്റെ വാക്കുകളെയാണ് നമ്മൾ അനുസരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായി മനസാക്ഷി ഉള്ളവരായിട്ട്, എപ്പോഴും മനസാക്ഷിയോടുകൂടി പ്രവർത്തിക്കുന്നവരാവാൻ നമ്മൾ പരിശ്രമിക്കണം, വേണ്ടേ? നമ്മളൊരു വീഡിയോ കാണാൻ പോവാണ്. ആ വീഡിയോയിൽ മക്കൾ ശ്രദ്ധിച്ചു നോക്കണം. അതിൽ കാണുന്ന ആള് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നല്ല മനസാക്ഷി ഉള്ളയാളാണോ, ചീത്ത മനസാക്ഷി ഉള്ള ആളാണോ? മനസാക്ഷിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച്, ദൈവിക ശക്തിയുടെ പ്രേരണകൾക്കനുസരിച്ചാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു കാണണം, കേട്ടോ? നോക്കിക്കേ.เขาจะได้อะไรถ้าเขาทำแบบนี้ทุกวันเขาจะไม่ได้อะไรเลยไม่ได้รวยขึ้นไม่ได้ออกทีวีไม่มีใครรู้จักไม่ได้มีชื่อเสียงที่มากขึ้น
เพราะสิ่งที่เขาได้ คือได้แค่ความรู้สึก ได้เห็นความสุข ได้เข้าใจ ได้ความรัก ได้ในสิ่งที่เงินซื้อไม่ได้ ได้โลกที่สวยงามกว่าเดิม ในชีวิตคุณ อะไรคือสิ่งที่คุณต้องการมากที่สุด കണ്ടോ നിങ്ങൾ വീഡിയോ കണ്ടു അല്ലേ എങ്ങനെയാണ് ആ മനുഷ്യൻ എങ്ങനെയുള്ള മനുഷ്യനെ നമ്മൾ അതിനകത്ത് കണ്ടത് നന്മയെ സ്വീകരിക്കുകയും നന്മയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരാൾ അതല്ലേ നമ്മൾ കണ്ടത് അതായത് നന്മയെ സ്വീകരിക്കാനും തിന്മയെ ഉപേക്ഷിക്കാനും തയ്യാറാവുന്ന വ്യക്തികളായിരിക്കണം അദ്ദേഹത്തെ പോലെ നമ്മളും അല്ലേ നന്മയെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സ്വന്തം ജീവിതത്തിൽ നന്മ കണ്ടെത്തുകയും അതോടൊപ്പം ആ നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ തയ്യാറാവണം ഈ വീഡിയോയിൽ കണ്ടതുപോലെ അല്ലേ അപ്പം മറ്റുള്ളവരിലേക്ക് നന്മ പകർന്നു കൊടുക്കണമെങ്കിൽ ആ നന്മ പകർന്നു കൊടുക്കാനും തിന്മയെ ഉപേക്ഷിക്കാനും നമുക്ക് പ്രേരണ നൽകുന്നത് ആരായിരിക്കും നമ്മുടെ മനസാക്ഷി അല്ലേ നന്മയെ പകർന്നു കൊടുക്കാനും അല്ലെങ്കിൽ നന്മയെ സ്വീകരിക്കാനും അതുപോലെ തിന്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഉപേക്ഷിക്കാനും നമുക്ക് പ്രേരണ നൽകുന്നത് നമ്മുടെ മനസാക്ഷിയാണ് മനസ്സിലായോ അപ്പൊ മനസാക്ഷിയുടെ സ്വരം നമ്മൾ ശ്രവിക്കാൻ തയ്യാറായാൽ അതായത് ദൈവിക ശക്തി ആണ് മനസാക്ഷി അല്ലേ ആ ദൈവിക ശക്തിയുടെ സ്വരം അത് ചെയ്യരുത് ഒരു നന്മ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തിന്മ വരുന്ന സമയത്ത് നന്മ തിരഞ്ഞെടുക്കണം തിന്മ തിരഞ്ഞെടുക്കേണ്ട അല്ലെങ്കിൽ തിന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത് മനസാക്ഷി നമ്മുടെ മനസാക്ഷി പറഞ്ഞു തരുന്നു അല്ലേ അപ്പോൾ അത് നമ്മൾ അനുസരിക്കാൻ തയ്യാറായാൽ നമ്മൾ എങ്ങനെയായിരിക്കും നല്ല വഴിയെ സഞ്ചരിക്കുന്നവരായിരിക്കും ശരിയല്ലേ അതെ പക്ഷെ മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാത്ത ഒരാളാണ് നമ്മളെങ്കിലോ നമ്മൾ ഏത് വഴിയെ സഞ്ചരിക്കുന്നവരായിരിക്കും തിന്മയുടെ വഴിയെ സഞ്ചരിക്കുന്നവരായിരിക്കും അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം ഓരോ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ മനസാക്ഷിയുടെ സ്വരം അത് ദൈവിക ശക്തിയാണെന്ന് തിരിച്ചറിവോടുകൂടി മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാൻ തയ്യാറാവുന്നവരായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ആന്തരികമായ ഒരു ശക്തിയുണ്ട് അല്ലേ ആ ആന്തരികമായ ശക്തിയാണ് നന്മ വേണോ തിന്മ വേണോ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ നമുക്കത് പറഞ്ഞു തരുന്നത് നമ്മൾ ആരെങ്കിലും വേറൊരാൾ പറഞ്ഞു തന്നിട്ടല്ല ഇങ്ങനെ ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെ വലിയൊരു പാപത്തിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അത് പാപമാണ് ആ വഴിയെ പോവേണ്ട എന്ന് നമുക്ക് വേറൊരാൾ പറഞ്ഞു തരുന്നില്ല ഉണ്ടോ ഇല്ല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേറൊരാൾ പറഞ്ഞു തരുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടും നമുക്ക് നമ്മളെക്കാൾ അറിവുള്ളവർ പറഞ്ഞു തരും അതല്ല അല്ലാതെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളത് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല ശരിയല്ലേ ഇല്ല അപ്പൊ എന്താ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ആ ആന്തരികമായ ശക്തി അത് മനസാക്ഷിയുടെ സ്വരം ദൈവാത്മാവിന്റെ ശക്തിയാണെന്ന് തിരിച്ചറിവോടുകൂടി മനസാക്ഷിയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് പൂർണ്ണമായി നന്മയിലായിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആന്തരികമായ ഒരു ശക്തിയുണ്ട് ആ ശക്തി ദൈവത്തിന്റെ ശക്തിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ദൈവം രേഖപ്പെടുത്തിയ ഒരു നിയമമുണ്ട് എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് ആ ദൈവം രേഖപ്പെടുത്തിയ നിയമം ഏതായിരിക്കും മനസാക്ഷി അല്ലേ അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും ദൈവം രേഖപ്പെടുത്തിയ മനസാക്ഷിയുടെ ഒരു നിയമമുണ്ട് അപ്പോൾ ആ നിയമം അനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് തെറ്റിന്റെ വഴിയെ പോവാൻ ആരും ആഗ്രഹിക്കുന്നില്ല അല്ലേ മറ്റുള്ളവരെ വെറുത്ത് ജീവിക്കണം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ മക്കൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല അല്ലേ എപ്പോഴും മറ്റുള്ളവരോട് എല്ലാവരോടും സ്നേഹത്തിൽ വ്യാപരിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്നും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നും മറ്റുള്ളവരോട് കരുതലുള്ളവരായിരിക്കണമെന്നും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ സത്യസന്ധമായി ജീവിക്കണമെന്നാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലേ ഒരു കള്ളത്തരം കാണിച്ച് കള്ളത്തരത്തിന്റെ വഴിയെ സഞ്ചരിക്കണമെന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുവോ ഇല്ലല്ലോ ഇല്ല സത്യത്തിന്റെ വഴിയെ സഞ്ചരിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സത്യസന്ധമായി സംസാരിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സത്യസന്ധമായി പ്രവർത്തിക്കണമെന്ന് മറ്റുള്ളവരോട് സത്യസന്ധമായി പെരുമാറണമെന്ന് അല്ലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാവണമെന്ന് ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിച്ച് നമ്മുടെ മനസ്സിൽ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും നമുക്കറിയാം നമുക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും മനസാക്ഷിയുടെ തീരുമാനം എന്ന് നമ്മൾ പറയുന്നത് അതിനാണ് സ്വന്തമായി എടുക്കാൻ നമുക്ക് സാധിക്കും തീരുമാനങ്ങൾ അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ മറ്റുള്ളവരെ പൂർണ്ണമായി ആശ്രയിക്കാതെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കാര്യങ്ങളിൽ തെറ്റിന്റെ വഴിയെയല്ല ശരിയുടെ വഴിയെയാണ് നന്മയുടെ വഴിയെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് സത്യം നീതി സ്നേഹം ത്യാഗം
ഈ വഴിയെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്, അത് ദൈവം എന്നെ പഠിപ്പിച്ച വഴിയാണ് അല്ലേ, ആ വഴിയെ സത്യത്തിന്റെ വഴിയാണ് ഞാൻ സഞ്ചരിക്കുന്നത്, നീതിയുടെ വഴിയാണ് ഞാൻ സഞ്ചരിക്കുന്നത്, സ്നേഹത്തിന്റെ വഴിയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് ഉറച്ച തീരുമാനം എടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള തീരുമാനങ്ങളുടെ പുറത്ത് സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോ തീരുമാനം മനസാക്ഷിയെ അനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് വ്യക്തിപരമായി തീരുമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മനസാക്ഷിയുടെ തീരുമാനം എന്ന് പറയുന്നത്. മനസാക്ഷിയെക്കുറിച്ച് പഴയ നിയമത്തിൽ മനസാക്ഷി എന്നൊരു പദം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നില്ല. പകരം ഹൃദയം എന്നൊരു പദമാണ് പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത്. മനസാക്ഷി എന്നാൽ ഹൃദയം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നന്മ ചെയ്യാൻ നമ്മൾ ഓരോരുത്തർക്കും പ്രചോദനം നൽകുന്നത് എന്താണ്, ഹൃദയമാണ് അല്ലേ. നന്മ ചെയ്യാൻ നമുക്ക് പ്രചോദനം നൽകുന്നത് നമ്മുടെ ഹൃദയമാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ മനസാക്ഷി എന്ന പദം ഉപയോഗിക്കുന്നില്ല, പകരം ഹൃദയം എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും മനസാക്ഷി എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. 1 തിമോത്തിയോസ് 3:9 നമ്മൾ കാണുന്നുണ്ട്, അവർ നിർമ്മല മനസാക്ഷിയോടുകൂടി വിശ്വാസത്തിന്റെ രഹസ്യം സൂക്ഷിക്കുന്നവരാവണം. അതായത് നമ്മളെല്ലാവരും ഈശോയിൽ വിശ്വസിക്കുന്നവരാണല്ലേ, ഈശോയിൽ വിശ്വസിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. ഈശോ പഠിപ്പിച്ച പാഠങ്ങൾ അല്ലെങ്കിൽ ഈശോ നമുക്ക് പകർന്നു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനായിട്ട് താല്പര്യപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ, ഈശോ പഠിപ്പിച്ച സത്യത്തിന്റെ വഴിയെ, ഈശോ പഠിപ്പിച്ച സ്നേഹത്തിന്റെ വഴിയെ, ഈശോ പഠിപ്പിച്ച നീതിയുടെ വഴിയെ അല്ലെ, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ മുൻനിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പൊ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്, ഈശോയിലുള്ള വിശ്വാസം തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മളെല്ലാവരും വിശ്വാസ സത്യങ്ങൾക്കനുസരിച്ച് വേണം നമ്മുടെ മനസാക്ഷിയെ ക്രമീകരിക്കാനായിട്ട്. അതായത് നമ്മൾ മാമോദീസ എന്ന കൂദാശയിലൂടെയും തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെയും ഒക്കെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു അല്ലേ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവന്റെ മനസാക്ഷി എന്ന് പറഞ്ഞാൽ, ക്രൈസ്തവന്റെ മനസാക്ഷി രൂപീകരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ ഉള്ളിലുണ്ട്. ശരിയല്ലേ, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. അപ്പോൾ നമുക്ക് നന്മ ചെയ്യണം, തിന്മയുടെ വഴിയെ പോവരുത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇല്ലേ, മനസാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിലും അത് നമ്മുടെ സ്വരമല്ല, പിന്നെ ആരുടെ സ്വരമാണ്, ദൈവത്തിന്റെ സ്വരമാണ് അല്ലേ. അപ്പൊ ദൈവത്തിന്റെ സ്വരം എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മനസാക്ഷിയുടെ സ്വരം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വരം അല്ലെങ്കിൽ നമുക്ക് ആ അറിവ് നമ്മുടെ മനസ്സിലേക്ക് തനിയെ കൊണ്ടുവന്ന് തരുന്നത് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവാണ്. അപ്പം മക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പാപത്തിൽ വീണു പോയാൽ, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ നന്മയും തിന്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ. അപ്പൊ നന്മയുടെ വഴിയെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, അതായത് നല്ല വഴിയെ, ഈശോ പഠിപ്പിച്ച വഴിയെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും ഇല്ലേ. പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഉള്ളപ്പോൾ ഒരു ചെറിയൊരു തെറ്റിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും, അത് വേണ്ട. നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ചിന്ത ഉണ്ടാവും, വേണ്ട അല്ലേ, ആ തെറ്റ് വേണ്ട എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ചിന്ത ഉണ്ടാവും. അപ്പൊ ആ തെറ്റ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന ആരാ, പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മുടെ മനസാക്ഷിയുടെ സ്വരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയാണെന്ന് മനസ്സിലായി അല്ലേ. അപ്പോ നേരെ തിരിച്ചാണെങ്കിലോ, തിന്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിലോ, കൂടുതലും പാപത്തിൽ മുഴുകി നമ്മൾ ജീവിക്കുന്നവരാണെങ്കിലോ, പലതരത്തിലുള്ള പാപങ്ങൾ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലായിക്കോട്ടെ, സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, പാപത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിലോ പരിശുദ്ധാത്മാവിന്റെ സ്വരം ഉണ്ടാവില്ല അല്ലേ. അവിടെ എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടി ഉണ്ട്. മാമോദീസ സ്വീകരിച്ച, തൈലാഭിഷേകം സ്വീകരിച്ച ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ട്. പക്ഷേ എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചില തിന്മയുടെ സ്വാധീനങ്ങൾ കൂടുതലാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മൾ കേൾക്കാതെ പോകും പലപ്പോഴും. അതായത് മനസാക്ഷിയുടെ ശബ്ദം പലപ്പോഴും നമ്മൾ കേൾക്കാതെ പോകും. കേട്ടാലും അത് അനുസരിക്കാൻ നമുക്ക് തോന്നില്ല. കാരണം എന്നാ, അനുസരിക്കാൻ തോന്നില്ലാത്തതിന്റെ കാരണം എന്താ, നമ്മുടെ ഉള്ളില് തിന്മയാണ് നിൽക്കുന്നത് അല്ലെ. തിന്മ ചെയ്ത് തിന്മയിലായിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം മനസാക്ഷിയുടെ സ്വരം കേൾക്കാൻ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് സാധിച്ചെന്ന് വരത്തില്ല. മനസാക്ഷിയുടെ സ്വരം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് വേണ്ട എന്നൊരു ചിന്ത മനസാക്ഷിയുടെ സ്വരം ഉണ്ടായാലും പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, മുന്നോട്ട് വരുന്ന സമയത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തിന്മ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എങ്ങനെയായിരിക്കണം, നന്മയിലായിരിക്കണം അല്ലേ. നന്മയിലായിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാനും അതനുസരിച്ച് സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്താനും സാധിക്കുകയുള്ളൂ അല്ലേ. മനസാക്ഷിയുടെ സ്വരം ശ്രവിച്ചാൽ മാത്രം പോരാ, മനസാക്ഷിയുടെ സ്വരം കേൾക്കുന്നുണ്ട് പക്ഷെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ ഒന്നും നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവില്ല അല്ലേ. നന്മയുടെ വഴിയെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കത്തില്ല. മനസാക്ഷിയുടെ സ്വരം അത് ചെയ്യേണ്ട, ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൂട്ടുകാരോടോ വീട്ടിലുള്ള മാതാപിതാക്കളോടോ മറ്റാരോടെങ്കിലും ഒരു പെരുമാറുന്ന സമയത്തോ അല്ലാതെയോ ഒരു തെറ്റ് സംഭവിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാനായിട്ട് ഉള്ള പ്രേരണ ഉണ്ടാവുമ്പോൾ അത് വേണ്ട എന്ന് മനസാക്ഷി മന്ത്രിക്കുന്നു, അത് വേണ്ട എന്ന് മന്ത്രിക്കുന്നുണ്ടെങ്കിലും അത് അനുസരിക്കാൻ
പാപം നിറഞ്ഞ ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല. തിന്മയുടെ സ്വാധീനം കൂടുതലുള്ള ഒരു വ്യക്തിക്ക് അതനുസരിക്കാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് നമ്മൾ നന്മ ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതലുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനമാണെങ്കിലോ എങ്ങനെയായിരിക്കും? മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാനും അതോടൊപ്പം ആ മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് ജീവിതത്തെ ഓരോ ദിവസങ്ങളിലും ഓരോ മിനിറ്റുകളിലും ക്രമീകരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്പോൾ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് മനസാക്ഷിയുടെ സ്വരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നതാണെന്ന് തിരിച്ചറിവുണ്ടാവണം. പിന്നെ നമ്മൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, അക്രൈസ്തവരായ സംബന്ധിച്ചിടത്തോളം, അക്രൈസ്തവരല്ല, ഈശോയിൽ വിശ്വസിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് കടമയുണ്ടോ? ഈശോയിൽ വിശ്വസിക്കുന്നവരല്ല, അവർക്ക് വിശ്വാസം എന്താണെന്ന് അറിയില്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സ്വാധീനമൊന്നും അവരുടെ ജീവിതത്തിൽ അവർ കണ്ടുമുട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് കടമയുണ്ടോ? ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട്. ഈശോയിൽ വിശ്വസിച്ചിട്ടില്ലാത്തവർക്കും മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കാൻ കടമയുണ്ട്. കാരണം എന്താണ്? അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായ ഒരു നിയമമുണ്ട് ഇല്ലേ? നമ്മുടേതായ പ്രത്യേകതകളിലൂടെ ഒന്നും അല്ലെങ്കിലും മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കാനായി അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിയമമുണ്ട്. അപ്പോൾ ആ നിയമത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം, അതായത് മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവർ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് അതിനർത്ഥം വരുന്നത് അല്ലേ? അപ്പോൾ ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായും മനസാക്ഷിയുടെ ചിന്താഗതികൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ ഓരോരുത്തരും തയ്യാറാവണം. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച കാര്യത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? എപ്പോഴും നമ്മൾ ആദ്യ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ, നന്മ ചെയ്യണം, നന്മയുടെ വഴിയെ സഞ്ചരിക്കുന്നവരാവണം അല്ലേ? ഒരിക്കലും തിന്മയുടെ സ്വാധീനം ഉണ്ടെങ്കിലും തിന്മയെ വേണ്ട എന്ന് മനസാക്ഷിയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് തീരുമാനിക്കാൻ തയ്യാറാവുന്നവരാവണം, വേണ്ടേ? അതോടൊപ്പം നമ്മൾ മനസാക്ഷിയുടെ തീരുമാനം എന്ന് പറയുമ്പോൾ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രമല്ല, ആണോ? സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രമാണോ മനസാക്ഷിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മനസാക്ഷിയോടുകൂടിയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? അല്ലല്ലേ? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരും കൂടെ ആവണം. നമ്മൾ പല ക്ലാസ്സുകളിലും ഇത് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലേ? നമുക്ക് സാധിക്കുന്നത് പോലെ, എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളൊന്നും സാധിച്ചെന്ന് വരില്ല, പക്ഷെ നമുക്ക് സാധിക്കുന്നത് പോലെ, ചെറുതെങ്കിൽ ചെറുത്, വലുതെങ്കിൽ വലുത്, ചെറിയ ചില കാര്യങ്ങളിലോ വലിയ ചില കാര്യങ്ങളിലോ ഒക്കെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. മക്കളൊരു വീഡിയോ കണ്ടു നോക്കിയാൽ, നിങ്ങളെപ്പോലെ ഒരു കൊച്ചു കുട്ടിയാണ്, നിങ്ങളെക്കാൾ ഒരു കുഞ്ഞു കുട്ടി, അവൻ്റെ ഒരു വീഡിയോ, ഒരു ക്ലാസ് റൂമിൽ സംഭവിക്കുന്ന ചെറിയൊരു കാഴ്ചയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. എന്താ നിങ്ങൾ ആ വീഡിയോയിലൂടെ കണ്ടത്? നന്മ ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ഒരു ക്ലാസ്സിലെ കുട്ടികൾ അല്ലേ? ഒരു കുട്ടിയുടെ ബോക്സിൽ ഒന്നുമില്ല, ലഞ്ച് ബോക്സിൽ തുറന്നപ്പോഴാണ് അവൻ അറിയുന്നത് അതിനകത്ത് ഒന്നുമില്ലെന്ന് അല്ലേ? അവൻ ഇല്ലായ്മയാണ്, പക്ഷെ അവൻ ആരോടും പരാതി പറയാതെ അവനത് സഹിക്കാൻ തയ്യാറായപ്പോഴേക്കും അവൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായി മനസാക്ഷിയോടുകൂടി, നല്ല മനസ്സോടുകൂടി അവനെ സ്നേഹിച്ച് അവനോടൊപ്പമായിരിക്കാൻ, അല്ലെങ്കിൽ അവന് വേണ്ടുന്നത് എന്താണോ അത് നൽകാൻ തയ്യാറായ കുഞ്ഞുങ്ങളെ മകൾ കണ്ടത്. അപ്പോൾ അതുപോലെ ആയിരിക്കണം മക്കൾ ഓരോരുത്തരും. ഇതുപോലത്തെ സിറ്റുവേഷൻ ഇത് ആയിരിക്കണമെന്നില്ല, പക്ഷേ ഏത് സാഹചര്യത്തിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി തീരാൻ, നല്ല മനസാക്ഷിയുള്ള മക്കളായി തീരാൻ മക്കൾ ഓരോരുത്തരും പരിശ്രമിക്കണം. മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം. അത് ഈ മനസാക്ഷിയുടെ സ്വരം എന്നെ പഠിപ്പിക്കുന്നതല്ല, എൻ്റെ ഉള്ളിലേക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്, എന്നിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവാണെന്ന് തിരിച്ചറിവുണ്ടാവണം. അപ്പം മനസാക്ഷിയുടെ സ്വരത്തെ നമുക്ക് എതിർക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? മനസാക്ഷിയുടെ സ്വരത്തെ എതിർത്താൽ എന്നിലെ പരിശുദ്ധാത്മാവിനെ ഞാൻ ധിക്കരിക്കുന്നതിന് തുല്യമാണ് അല്ലെ? ഈശോയെ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത്, മനസ്സ് പറയുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടി മനസാക്ഷിയുള്ള മക്കളായിട്ട് മാറാൻ മക്കൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഈ പാഠപുസ്തകത്തിൽ നമ്മൾ പകുതി ഭാഗം പഠിച്ചു. പകുതി ഭാഗം പഠിച്ചത്രയും ഭാഗം നന്നായിട്ട് വായിക്കുക. ആദ്യത്തെ 2 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ച ഭാഗത്തു നിന്നുള്ളതാണ്. ആ 2 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. മുഴുവൻ എഴുതി കഴിഞ്ഞിട്ടാണെങ്കിലും ടീച്ചറിനെ അയച്ചു കൊടുത്താൽ മതി. എഴുതി വെച്ചാൽ പോരാ, നന്നായിട്ട് പഠിക്കുകയും വേണം കേട്ടോ. എഴുതിയിട്ട് ബുക്ക് എടുത്ത് മടക്കി വെച്ചിട്ട് വേറെ കാര്യങ്ങൾക്ക് പോകരുത്. എഴുതുകയും നന്നായിട്ട് പഠിക്കുകയും നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ
നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എന്താണ്, സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ വെറുതെ പഠിച്ചു പോയാൽ മാത്രം പോരാ, സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് എപ്പോഴും നമ്മുടെ മനസാക്ഷിയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിലെല്ലാം ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടായിരിക്കണം. എപ്പോഴും പഠിച്ച കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് പരമാവധി ശ്രമിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകൂപ്പി കണ്ണടച്ച് നിൽക്കണേ. കാരുണ്യവാനായ ഈശോയെ, ഈ ക്ലാസ്സിലൂടെ ശരിയായ മനസാക്ഷി എന്തെന്നും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്നും ഞങ്ങളെ പഠിപ്പിച്ചു തന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, തെറ്റിൽ വീണു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും അങ്ങയോടൊപ്പമായി തീരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് മാതൃകയായി തീരുന്ന നല്ല മക്കളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.